നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. പാൻ കാർഡ് 2.0 എന്താണ്, ഓൺലൈനിലായി എങ്ങനെ അപേക്ഷിക്കാം, ആവശ്യമായ രേഖകൾ, ആനുകൂല്യങ്ങൾ എന്തൊക്കെ ലഭിക്കുമെന്ന് നമുക്ക് വിശദമായി നോക്കാം. ആദായ നികുതി വകുപ്പ് നൽകുന്ന 10 അക്ക ആൽഫ ന്യൂമറിക് പെർമനന്റ് അക്കൗണ്ട് നമ്പറാണ് പാൻ. ഒരു തിരിച്ചറിയൽ രേഖ മാത്രമല്ല, വളരെ കാലമായി ഒരു പ്രധാന സാമ്പത്തിക രേഖ കൂടിയാണ്. ഉപയോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുക, പുതിയ സാങ്കേതിക വിദ്യകൾക്ക് അനുസൃതമായി മാറ്റങ്ങൾ വരുത്തുക, ഗവേണൻസിലൂടെ നികുതിദായക രജിസ്ട്രേഷൻ നവീകരിക്കുക എന്നിവയാണ് പാൻ 2.0 ലക്ഷ്യമിടുന്നത്. പാൻ സാധുത പരിശോധിക്കാൻ സഹായിക്കുന്ന 2017-18 അവതരിപ്പിച്ച QR കോഡ് സവിശേഷത ഇപ്പോൾ പാൻ 2.0യിലും കൂടുതൽ മെച്ചപ്പെടുത്തും. ധനകാര്യ സ്ഥാപനങ്ങൾ, സർക്കാർ ഏജൻസികൾ, കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ തുടങ്ങിയ പാൻ ഡാറ്റ ഉപയോഗിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരു ഓൺലൈൻ മൂല്യനിർണ്ണയ സേവനത്തിലൂടെ നിർബന്ധിത പാൻ ഡാറ്റ വോൾട്ട് സിസ്റ്റം സ്ഥാപിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. നികുതിദായകരുടെ രജിസ്ട്രേഷൻ സേവനങ്ങളിൽ സാങ്കേതിക വിദ്യാധിഷ്ഠിത പരിവർത്തനം കൊണ്ടുവരാൻ ഈ സംരംഭം സഹായിക്കുമെന്നും അതുവഴി സേവനത്തിന്റെ ലഭ്യതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുമെന്നും ഔദ്യോഗിക പത്രക്കുറിപ്പിൽ പറയുന്നു. പാൻ കാർഡിനെ ഡാറ്റയുടെ ഏക വിശ്വസനീയമായ ഉറവിടവും വിവരങ്ങളുടെ ഏകീകൃത മാർഗവുമാക്കുന്നതിനായി കഴിഞ്ഞ വർഷം കേന്ദ്ര മന്ത്രിസഭ പാൻ 2.0 സംരംഭത്തിന് അംഗീകാരം നൽകി. ഇതിന്റെ കീഴിൽ ആദായ നികുതി വകുപ്പ് പുതുക്കിയ പാൻ കാർഡ് 2.0 നടപ്പിലാക്കാൻ തുടങ്ങി. ധനകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച പതിവ് ചോദ്യങ്ങൾ പ്രകാരം നിലവിലുള്ള പാൻ കാർഡുകൾ പാൻ 2.0യിൽ സാധുവായി തുടരും. കൂടാതെ 10 അക്ക ആൽഫ ന്യൂമറിക് നമ്പറിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. ഇതിനർത്ഥം ഇതിനകം പാൻ കാർഡുള്ള ആളുകൾക്ക് പുതിയ കാർഡ് എടുക്കേണ്ടതില്ല എന്നാണ്. എന്നിരുന്നാലും അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാൻ അലോട്ട്മെന്റ് അപ്ഡേറ്റ് അല്ലെങ്കിൽ തിരുത്തൽ സമയത്ത് അവർക്ക് സൗജന്യമായി പാൻ 2.0 പതിപ്പിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയും. എല്ലാ പാൻ സേവനങ്ങൾക്കുമുള്ള ഏകീകൃത പോർട്ടൽ പ്രക്രിയ എളുപ്പമാക്കുന്നു. കുറഞ്ഞ ഡോക്യുമെന്റേഷൻ, ഫിസിക്കൽ ഫോം സമർപ്പിക്കേണ്ടതില്ല. പുതിയ പാൻ കാർഡ് സൗജന്യമായി ലഭ്യമാകും. പ്രോസസ്സിംഗ് മുമ്പത്തേക്കാൾ വേഗത്തിലായിരിക്കും. വ്യക്തിഗതവും ജനസംഖ്യാപരവുമായ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിനായി പാൻ ഡാറ്റ വോൾട്ട് പോലുള്ള പുതിയ സുരക്ഷാ സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഉപയോക്തൃ ചോദ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹരിക്കുന്നതിനായി സമർപ്പിത കോൾ സെന്ററും ഹെൽപ്പ് ലൈൻ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ്. പാൻ 2.0ന് അപേക്ഷിക്കുമ്പോൾ ചില പ്രധാന രേഖകൾ ആവശ്യമാണ്. ഐഡന്റിറ്റി, വിലാസം, ജനന തീയതി എന്നിവ സ്ഥിരീകരിക്കുന്നതിന് ഈ രേഖകൾ ആവശ്യമാണ്. എല്ലാ രേഖകളും വ്യക്തവും സാധുതയുള്ളതും അപ്ഡേറ്റ് ചെയ്തതുമായിരിക്കണം. അതിനാൽ അപേക്ഷയിൽ കാലതാമസം ഉണ്ടാകില്ല. ഇതിനായി ആധാർ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID, വിലാസ തെളിവ് ഇതിൽ ഏതെങ്കിലും ഒരു രേഖ സമർപ്പിക്കേണ്ടതാണ്. കഴിഞ്ഞ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, സാധുവായ വാടക കരാർ ബാധകമെങ്കിൽ, സമീപകാല വൈദ്യുതി, വെള്ളം, ഗ്യാസ് ബിൽ, ആധാർ കാർഡ് നിലവിലെ വിലാസം കാണിക്കുന്നുണ്ടെങ്കിൽ, ജനന തീയതി തെളിയിക്കുന്ന രേഖ ഈ പറഞ്ഞവയിൽ ഒന്നും സമർപ്പിക്കണം. ഓൺലൈനായി ഇനി എങ്ങനെ അപേക്ഷിക്കണമെന്ന് പറഞ്ഞുതരാം. NSDLന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങളുടെ പാൻ നമ്പർ, ജനന തീയതി, ആധാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവ പൂരിപ്പിക്കുക. എല്ലാ വിശദാംശങ്ങളും ശ്രദ്ധാപൂർവം പരിശോധിച്ച് അപേക്ഷ സമർപ്പിക്കാൻ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. OTP സ്വീകരിക്കുന്നതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാർഗം തിരഞ്ഞെടുക്കുക. തുടർന്ന് OTP നൽകി ഐഡന്റിറ്റി പരിശോധിക്കുക. നിബന്ധനകൾ അംഗീകരിച്ച് പേയ്മെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഈ പ്രക്രിയയിലൂടെ നമ്മളുടെ പാൻ 2.0 അപ്ഡേറ്റ് ആകുന്നതാണ്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്